അപ്പം നമ്മൾ ഈ ശിഷ്യൻ്റെമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുമ്പോഴേ നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. ശിഷ്യനായിരിക്കും നമുക്ക് ഒരു ഗുരുവുണ്ട്, അല്ലേ? വെറുതെ നമ്മൾ ശിഷ്യരായതല്ല, ഒരു ഗുരു ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു ശിഷ്യനായി തീർന്നത്. അപ്പോൾ ആ ഗുരുവിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ആ ഗുരുവിൽ നിന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മളിൽ ഉണ്ടാവേണ്ട സ്വഭാവങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗുരുവായിരിക്കുന്ന, ശിഷ്യരാകുന്ന, നമ്മുടെ ടീച്ചറായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുരുവായിരിക്കുന്ന യേശുവിലേക്കാണ് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയായിരുന്നു. ഒരാൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു എപ്പോഴും ഒരു പ്രെയർ മോഡിലായിരുന്നു, അല്ലേ? നമ്മളിപ്പം പല മോഡുകൾ നമ്മൾ പറയാമല്ലോ, സൈലൻറ്റ് മോഡ് എന്ന് പറയുന്നത് പോലെ യേശു ക്രിസ്തു എപ്പോഴും പ്രാർത്ഥന മോഡിൽ തന്നെയായിരുന്നു. എപ്പോഴും അവൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയായിരുന്നു. ഞാൻ ആ ഭാഗങ്ങളെല്ലാം എടുത്ത് പറയുന്നില്ല, എങ്കിലും ഞാൻ പറയാം. യേശു ക്രിസ്തു തനിയെ പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് മത്തായി 14:23, മാർക്കോസ് 1:35, ലൂക്ക് 9:18, അതുപോലെ ലൂക്കോസ് 22:39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലൊക്കെ തനിയെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, വളരെ പേഴ്സണലായിട്ട്. യേശു ക്രിസ്തു തനിയെ സമയമെടുത്ത് വെളുപ്പിന് സമയത്ത് ചിലപ്പോൾ മലയുടെ മുകളിൽ ഒക്കെ ഇരുന്ന് തനിയെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ യേശു ക്രിസ്തു പബ്ലിക്കായിട്ട് പല സമയത്ത് പ്രാർത്ഥിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സൗഖ്യത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല രീതിയിൽ പിന്നെ പ്രാർത്ഥനയെക്കുറിച്ചല്ലാത്ത ഒത്തിരി പഠിപ്പിക്കലുകൾ യേശു നടത്തിയിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. വളരെ മഹത്തരകരമായ ഒരു പ്രാർത്ഥനയാണ്. ഒരു പക്ഷേ നമ്മുടെ ചർച്ച് സർക്കിളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പോലെയുള്ള ചർച്ചുകളിലൊക്കെ നമ്മൾ അതങ്ങനെ ഒരു ലിറ്റർജിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും ആ പ്രാർത്ഥന വളരെ അർത്ഥവത്തായ പ്രാർത്ഥന. നമ്മളത് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ തന്നെ അത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. പല സഭകളിലും അത് അവരുടെ ഒരു ചർച്ചിൻ്റെ ആരാധനയുടെ ഭാഗവുമാണ്. നമ്മൾ 2 ഭാഗങ്ങളിൽ ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 6:9 മുതൽ 15 വരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 4 വരെ. ഈ പ്രാർത്ഥന ഒരു മോഡൽ പ്രെയർ. ഇപ്പം നമ്മളൊരു ശിഷ്യൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നോക്കുവാനായിട്ട് കഴിയുന്നത് ഈ ഒരു മോഡൽ പ്രാർത്ഥന തന്നെയാണ്. യേശു ഒരു ശിഷ്യൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിത് കാണുന്നത് പർവ്വത പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിന് മുമ്പായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുക്കാമെങ്കിൽ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ യേശു അവിടെ പറയുന്നത് നമ്മൾ അതിൻ്റെ മുമ്പോട്ടുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനലയിപ്പൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിൻ്റെ മുമ്പിൽ കാഹളം ഊതിക്കുക. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തു ചെയ്യണം? രഹസ്യത്തിലായിരിക്കണം ചെയ്യേണ്ടത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുതെന്ന് പറയുന്നു. അതിനുശേഷമാണ് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും അതേ കാര്യം തന്നെ പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വളരെ രഹസ്യത്തോടുകൂടി ആയിരിക്കും, അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ടായിരിക്കരുത്. എന്നിട്ട് പറയുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് യേശു ക്രിസ്തു പർവ്വത പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോഴത്തേക്ക് അവിടെ യേശു തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശിഷ്യന്മാരെപ്പോഴും യേശുവിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചു, ഞങ്ങളെ കൂടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കാമല്ലോ? യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന എന്താ നമുക്കറിയത്തില്ല, അവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സ്നാപകൻ്റെ ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പക്ഷെ അറിയത്തില്ല, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയും. അപ്പോൾ ഇത് ഏത് കോണ്ടെക്സ്റ്റാണ് എന്നുള്ളത് നമുക്കറിയത്തില്ല. രണ്ട് സുവിശേഷത്തിൽ രണ്ടായിട്ട് പറഞ്ഞെങ്കിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു സവിശേഷത, യേശു ചെയ്യുന്നത് ശിഷ്യൻ കണ്ടു. അല്ലേ? നമ്മൾ
യേശു കാണുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഇത് യേശു എന്ത് ചെയ്തു? ആദ്യമേ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കത്തില്ല. യേശു ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ആഗ്രഹം, എനിക്കും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കുവാനായിട്ട് പരിശീലിക്കുന്നത്. അപ്പോഴാണ് അവർക്കും എന്ത് ചെയ്യുന്നത്? ആഗ്രഹം വരുന്നത്. അപ്പോൾ രഹസ്യമായിട്ട് യേശു പ്രാർത്ഥിക്കും. യേശുവിൻ്റെ കൂടെ പലപ്പോഴും ശിഷ്യന്മാരുണ്ട്. അപ്പോൾ യേശു പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നു, ഈ ശിഷ്യൻ ചോദിക്കും, ഞങ്ങളെക്കുറിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണമേ എന്ന്. ഇനി നമ്മൾ മെയിനായിട്ട് നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷത്തിലും തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് കുറച്ചും കൂടെ നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കണം, പ്രാർത്ഥന വാചകങ്ങൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മോഡൽ എങ്ങനെയായിരിക്കണം എന്ന് യേശു പറയുന്നതിന് മുമ്പ് പറയുവാണ്, നിങ്ങൾ എങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഒന്നാമത് പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുവാനോ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ ഒരുമിച്ച് നമ്മളിവിടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കും. ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. അതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിലും കർത്താവ് പറയുന്ന ഒരു കാര്യം, നിൻ്റെ പ്രാർത്ഥന രഹസ്യമായിരിക്കണം. അല്ലെങ്കിൽ ആ പറയുന്നതിൻ്റെ ഉദ്ദേശ്യം, നിൻ്റെ പ്രാർത്ഥന ഒരിക്കലും എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഷോ ചെയ്യുവാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥന ആയിരിക്കരുത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പല സമയങ്ങളിലും മനുഷ്യർക്കുണ്ടാകുന്ന ഒരു പരീക്ഷണം, പ്രത്യേകിച്ച് വിശ്വാസികളായ നമുക്കുണ്ടാകുന്ന ഒരു പരീക്ഷണം, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആർക്കും അയ്യോ എങ്ങനെയാണ് ഞാൻ ചിലപ്പോൾ ആ പ്രാർത്ഥനയുടെ രീതി ഇനി ശരിയായില്ലെങ്കിൽ അവരെന്നാ ചിന്തിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ബെസ്റ്റായിട്ട് പ്രാർത്ഥിച്ച് അവരെ ഒന്ന് കാണിക്കുവാനായിട്ട് ഒരു ത്വര ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സുകളിൽ വരാറുണ്ട്. കർത്താവ് പറയുന്നൊരു കാര്യം, നിൻ്റെ പ്രാർത്ഥന അത് വളരെ രഹസ്യമായിരിക്കണം. രഹസ്യമായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ ആഴത്തിൽ നമ്മൾ അതിന് അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരെ ഷോ ചെയ്യിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കുവാനുള്ളതായിരിക്കരുത്. അത് വാസ്തവമായിട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന നമ്മുടെ വാക്കുകളായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഇന്ന ശൈലിയിലൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. ശൈലികളൊക്കെ നല്ലതാണ്, നമുക്കത് ഡെവലപ്പ് ചെയ്യാം, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യങ്ങളും അതിലല്ല കർത്താവ് നോക്കുന്നത്. നമ്മൾ എത്ര ഹൃദ്യമായിട്ട് ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് കർത്താവ് നോക്കുന്നത്. രണ്ടാമത് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഇനിയൊരു പ്രശ്നം, പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ആളുകളുടെ ഒരു ചിന്ത നമുക്കുണ്ടാവുന്നത്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അതിഭാഷണം, എൻ്റെ വാക്കുകൾ ഞാൻ വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് ഉത്തരം കിട്ടുന്നതെന്നൊരു സംശയം. കർത്താവ് പറയുന്നത്, അത് ജാതികളായ ആൾക്കാരാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വേദപുസ്തകത്തിൽ തന്നെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ ഒത്തിരി നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബാലയെ ഉത്തരമരളയണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിൻ്റെ നാമത്തെ അവരെന്ത് ചെയ്തു? വിളിച്ചപേക്ഷിച്ചു. രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലേ ബാലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നു, എഫേസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി 2 മണി നേരത്തോളം ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ ഒരു ആളുകളുടെ ഒരു വിശ്വാസമാണ്. ഒരു കാര്യം തന്നെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദൈവം എന്ത് ചെയ്യാനിൽ പ്രസാദിക്കും. ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ചില വാചകങ്ങൾ, ചില പ്രത്യേക വാക്കുകൾ
അത് വീണ്ടും വീണ്ടും ഒത്തിരി സമയങ്ങൾ അതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ദൈവം പ്രീതിപ്പെടുന്നത്. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല പ്രാർത്ഥന. പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകളുടെ പെരുപ്പമല്ല. അത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നത്. കർത്താവ് പറയുക, നിങ്ങളുടെ ആവശ്യം എന്നാണെന്ന് കർത്താവിന് എന്ത് ചെയ്യാം? നേരത്തെ അറിയാം. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പിതാവുമായിട്ട് നമുക്കൊരു ബന്ധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, യേശുവിൽ കൂടെ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിതാവിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം നമുക്കും ഉണ്ടായിരിക്കണം. നമ്മളല്ലാതെ ആ ബന്ധം കുറേ ഉള്ളപ്പോഴത്തേക്കാണ് നമ്മൾ ഒത്തിരി പറയാനായിട്ട് തോന്നുക. ബന്ധം നമ്മുടെ ശക്തമായി നിൽക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് നമുക്ക് മനസ്സിലാകും, എൻ്റെ ആവശ്യങ്ങൾ എന്നാണെന്ന് എന്നേക്കാൾ മുമ്പേ ദൈവത്തിനറിയാം. അപ്പോൾ ചിലർ ചോദിക്കും, എന്തിനാ പിന്നെ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയല്ല. പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ ആഗ്രഹം ഞാൻ ദൈവത്തോട് ഒരിക്കൽ കൂടെ ദൈവത്തെ റിമൈൻഡ് ചെയ്യിക്കുക. അല്ല, ദൈവത്തോട് ഒന്നുകൊണ്ട് പറയുക, കർത്താവേ, ഇതാണ് എൻ്റെ ആഗ്രഹം, ഇത് സാധിപ്പിക്കണം. അല്ല, കർത്താവിന് അറിയാൻ മേലാത്തൊരു കാര്യമല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സങ്കീർത്തനത്തിൽ ഒരു വാക്യം എനിക്കിഷ്ടമാണ്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരും. ചില സമയത്ത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാതെ തന്നെ നമ്മൾ ദൈവത്തിൽ രസിച്ചിരിക്കുമ്പോഴത്തേക്ക് ആ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ പോലും ഒരു പ്രാർത്ഥനയായിട്ട് കണക്കാക്കി കർത്താവ് നമുക്ക് തരുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ കർത്താവ് ഇവിടെ പറഞ്ഞു തരുന്നത്, നമ്മൾ ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്നതല്ല, നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് നമ്മൾ വാക്കുകളിൽ ചുരുക്കി നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ പറയുക. ഇനി നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥന നിരന്തരമായി നടക്കേണ്ടതാണ്. പെർസിസ്റ്റൻ്റ് പ്രെയർ. നമ്മൾ വീണ്ടും അതുപോലെ പ്രാർത്ഥന നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന കഴിയുമ്പോൾ കർത്താവ് പറയുന്നൊരു ഉപമയിൽ കൂടെ കർത്താവ് പറഞ്ഞു തരുവാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കണം. മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും. അപ്പോൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയെന്ന് പറയുന്ന മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഒത്തിരി വാചകങ്ങൾ എന്നുള്ളതല്ല. നമ്മുടെ പ്രാർത്ഥന നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുതെന്നതിൻ്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യണം? അൺസീസിങ് ആയിട്ട് നമ്മളത് നിർത്താതെ എന്ത് ചെയ്യണം? നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ശബ്ദം നമ്മൾ കേൾക്കട്ടെ. പൗലോസ് കേട്ടതുപോലെ, എൻ്റെ കൃപ നിനക്ക് മതി. അതിനൊരു പ്രിൻസിപ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അന്നത് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ കൃപ നിനക്ക് മതി, എന്നാൽ ഇനി പ്രാർത്ഥിക്കണ്ട. പൗലോസ് ആ പ്രാർത്ഥന അവിടെ സ്റ്റോപ്പ് ചെയ്തു. പൗലോസിനെ സംബന്ധിച്ചുള്ള 3 പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയട്ടെ, ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കട്ടെ. ദൈവം അല്ലെങ്കിൽ പറയും, ഇതല്ല വഴി, ഇതാണ് ഒരു ഓൾട്ടർനേറ്റീവായ വഴി. അല്ലെങ്കിൽ ദൈവം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കട്ടെ. അതുവരെയും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാം. നിരന്തരമായി നമുക്ക് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ, ഞാൻ എല്ലാ ഭാഗങ്ങളും എടുത്ത് വായിക്കുന്നില്ല, അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഈ മകൻ അപ്പം ചോദിക്കുമ്പോഴത്തേക്ക് അപ്പം തന്നെയാണ് കൊടുക്കുന്നത്, വേറൊരു കാര്യമല്ല കൊടുക്കുന്നത്. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അധികമായിട്ട് ലഭിക്കും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നൽകിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11:12 നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ ഇങ്ങനെ ചൊല്ലുവീൻ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഇവണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രീതിയിൽ ഇതൊരു മോഡലാണ്, ഇങ്ങനെ പ്രാർത്ഥിപ്പീൻ, അല്ലെങ്കിൽ ഇതേ രീതിയിൽ പ്രാർത്ഥിപ്പീൻ, ഇങ്ങനെ ചൊല്ലുവീൻ എന്നും നമ്മൾ അത് മനസ്സിലാക്കുന്നു. നമ്മളിതിനെ ഒരു മോഡലായിട്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മൾ അതേപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ തന്നെ തെറ്റൊന്നുമില്ല. അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വേറൊരു തെറ്റുകൾ ചെയ്യും. ചിലപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കാണും, ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമാണ്, കാരണം പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ കാര്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ മോഡൽ, ഈ പ്രാർത്ഥനയിൽ അതേ മോഡലുകളൊക്കെ, ആ രീതികളൊക്കെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ ജീവിതത്തിലും നമുക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഒന്നാമത് കർത്താവ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളായിട്ടുണ്ട്. ആദ്യത്തെ
ഒരു ഭാഗം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് പറയാം, അതിൻ്റെ നമ്മൾ മത്തായി 6-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് പറയാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള. പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ പരീക്ഷയിൽ കടന്ന ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് വരെയുള്ള ഭാഗങ്ങൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. നമ്മൾ ആ വാക്യം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് നമുക്കറിയാം പല പല മാനുസ്ക്രിപ്റ്റുകളിൽ നിന്നൊക്കെയാണ് ഇത് പകർന്ന് ഈ നമ്മൾ ബൈബിൾ നമുക്ക് ഈ രീതിയിൽ ലഭിച്ചത്. അപ്പോൾ പിന്നെയുള്ള ചില മാനുസ്ക്രിപ്റ്റുകളിലൊന്നും ആ വാചകങ്ങൾ, അല്ലെങ്കിൽ ഏർലി മാനുസ്ക്രിപ്റ്റുകളിലൊന്നും ആ വാചകങ്ങളില്ല. അതൊരു ഡോക്സോളജി ആയിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി വീണ്ടും എഴുതി വന്നതാണ്. എങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അപ്പോൾ അവസാനത്തെ ഭാഗം ഒരു ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിലുള്ള കാര്യം തുടങ്ങുന്നു. മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുന്നതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാർത്ഥന അവസാനിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം, ഇതിൻ്റെ ഡിവിഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ ആദ്യം പറയേണ്ടത്. ആദ്യമേ നമ്മുടെ ജോലിയും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചും നമ്മുടെ മറ്റ് കാര്യങ്ങൾ നടക്കേണ്ടതിനെക്കുറിച്ചും അല്ല നമ്മൾ ആദ്യമേ പറയണം. ആദ്യം പറയേണ്ടത് ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. അപ്പോൾ ആദ്യം കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവ് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ വേദപുസ്തകത്തിൽ, അല്ലെങ്കിൽ നമ്മൾ യഹൂദന്മാരെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും അവരുടെ ആത്മീയതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരൊരിക്കലും ദൈവത്തെ പിതാവെന്ന് അങ്ങനെ വിളിക്കാറില്ല. നേരിട്ട് വിളിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നില്ല. എന്നാൽ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ പിതാവെന്ന് ഉൾപ്പെടുത്തി പറയും നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 68:5 അനാഥരുടെ പിതാവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അശ്യാവിൽ 64:8 കളിമണ്ണ് കൊണ്ട് പാത്രം മെനയുന്നത് പോലെ നമ്മെ മെനഞ്ഞ പിതാവെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പിതാവേ എന്ന് വിളിക്കാൻ ഒരിക്കൽ പോലും അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. ഈവൻ യാഹ്വേ എന്ന് പോലും കംപ്ലീറ്റ് ആയിട്ട് അവർ പറയാനായിട്ട് അവർക്ക് ഭയമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു അവർ അനുഷ്ഠിച്ചു വന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുക, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥനയുടെ ഒരു കാര്യം, ദൈവം നിങ്ങളുടെ പിതാവാ. ദൈവത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിതാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അത് ഭയങ്കര ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കർത്താവിനെ പിടിക്കുവാനും അറസ്റ്റ് ചെയ്യുവാനും ക്രൂശിക്കുവാനും ഒക്കെ ഇടയായി തീർന്നതിലെ ചില പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചില കാര്യങ്ങൾ ഇതാണ്. ദൈവത്തെ എന്ത് ചെയ്യുന്നു? പിതാവെന്ന് വിളിക്കുന്നു. ഇങ്ങനെയൊന്നും ആരും വിളിച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ യേശു പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മളിത് വേറെ പലയിടത്തും തന്നെ നമ്മളങ്ങനെ കാണുന്നില്ല, അല്ലേ? പല പല ധർമ്മങ്ങളിലും പലയിടത്തും തന്നെ നമ്മളെങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ കൂടെ നമ്മളോട് പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെ നമ്മുടെ ദൈവം, ഈ ദൈവം, ജീവനുള്ളവനായ ദൈവം നമ്മുടെ ഡാഡിയായി തീർന്നിരിക്കുക, നമ്മുടെ പിതാവായിട്ട് തീർന്നിരിക്കുക. വെറുതെ ദൈവം എന്നൊക്കെ പറയുന്ന നമ്മൾ ദൈവം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ മനുഷ്യരുടെ മനസ്സിൽ വലിയൊരു ഒരു ഭയങ്കരത്വമുള്ള ഒരു ദൈവം, ആ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ചിലപ്പോൾ ഒരു ഭയം തോന്നുന്ന കാര്യങ്ങളൊക്കെ വരും. എന്നാൽ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ക്ലോസ്നെസ്സാണ് കാണിക്കുന്ന. ഒരു കുഞ്ഞിന് പിതാവിൻ്റെ അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമുക്കതെല്ലാം സാധ്യമായി തീർന്നത് യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. യേശുക്രിസ്തുവിൽ കൂടിയാണ് നമ്മൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമുക്ക് അത് സാധിച്ചത്. നമ്മൾ
എഫേസ്യർ 3:14 പൗലോസ് പറയും, നമ്മൾ വായിക്കുന്നുണ്ട്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. അതുപോലെ വേദപുസ്തകത്തിൽ മറ്റു ഭാഗങ്ങളിലുമൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് 1 പത്രോസ് 1:17 നമ്മൾ വായിക്കുന്നത്, മുഖപക്ഷം കാണിക്കാത്ത പിതാവ്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിനെ പിതാവ് എന്ന് വിളിക്കുന്നു. നമ്മുടെ പിതാവ് മുഖപക്ഷമില്ലാത്തവനായ ദൈവമാണ്. നമ്മുടെ പിതാവ് അനാഥരുടെ പിതാവാണ്. നമ്മെ മെനഞ്ഞവനായ നമ്മുടെ പിതാവാണ്. നമ്മളെ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് നമുക്ക് അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. റോമർ 8:15 നമ്മൾ വായിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് അബ്ബാ പിതാവേ എന്ന്, അന്നത്തെ കുഞ്ഞുങ്ങൾ അവരുടെ പപ്പായെ വിളിക്കുന്ന അബ്ബാ പിതാവേ, നമുക്ക് അങ്ങനെ വിളിക്കുവാനായിട്ടുള്ള ഒരു പദവി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മളെ ശക്തിപ്പെടുത്തുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങളിൽ പല പല തിരസ്കരണങ്ങൾ, പല പല പ്രയാസങ്ങൾ ഉള്ളപ്പോഴത്തേക്ക് അല്ലേ, എല്ലാവർക്കും ഒരു ആശ്രയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ പേരൻസാണ്. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും പേരൻസിനും ചിലപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരു പിതാവിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ കാണിക്കാൻ പലപ്പോഴും സാധിക്കാൻ മേലാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നിർഭാഗ്യവശാൽ പല പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ അനുഭവിക്കാത്തവരായ ആൾക്കാരുമുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് പിതാവേ എന്ന് ദൈവത്തെ വിളിച്ച്, ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നമുക്ക് കർത്താവിനോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ്, വെറും പിതാവല്ല, ഫാദർ ഇൻ ഹെവൻ. എന്തോ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുമ്പോൾ നമ്മുടെ പിതാവിന് ഒരു അഡ്രസ്സുണ്ട്. നമ്മുടെ പിതാവിന് ഒരു അഡ്രസ്സുണ്ട്. ആ അഡ്രസ്സ് ഏതാ? സ്വർഗമാണ്. സ്വർഗത്തിലാണ് നമ്മുടെ ദൈവം, സ്വർഗത്തിലെ പിതാവാണ്. നമ്മൾ പിതാവേ എന്ന് മാത്രമല്ല വിളിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവേ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 7:15 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 33:13 യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യപുത്രന്മാരെയൊക്കെയും ദൈവം സ്വർഗത്തിൽ നിന്ന് കാണുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുവാണ്, സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവം ആരാ? വിശുദ്ധനായ ദൈവമാണ്, അല്ലേ? വിശുദ്ധനായ ദൈവമാണ്. പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ലോസ്നെസ് ലഭിച്ചു, ഒരു സ്നേഹമുള്ള വാത്സല്യമുള്ള ഒരു പിതാവ്. നമുക്ക് ആ പിതാവിൻ്റെ അടുത്ത് എപ്പം വേണമെങ്കിലും ചെല്ലുവാനായിട്ട് സാധിക്കും. എന്നാൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, നമ്മുടെ പിതാവ് സാധാരണ ഒരു മനുഷ്യനായ ഒരു വ്യക്തിയല്ല, അദ്ദേഹം സ്വർഗത്തിലുള്ളവനായ ദൈവമാണ്, വിശുദ്ധനായ ഒരു ദൈവമാണ്. അപ്പോൾ സ്നേഹവും വിശുദ്ധിയുമെല്ലാം ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പിതാവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. മാത്രമല്ല, സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുമ്പോഴത്തെ ഒരു കാര്യം വീണ്ടും മനസ്സിലാക്കുന്നു, നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്, ശക്തിയുള്ളവനായ ദൈവമാണ്. എഫേസ്യർ 1:21 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൻ്റെ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എവിടെ ഇരുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ? സകല വാഴ്ചയ്ക്കും സകല അധികാരത്തിനും മുകളിൽ ആരാ? കർത്താവിൻ്റെ വലത്തുഭാഗം, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോഴത്തെ സകല ശക്തികൾക്കും സകല അധികാരങ്ങൾക്കും സകല വാഴ്ചകൾക്കും മുകളിൽ വസിക്കുന്നവനായ ദൈവമാണ്. അപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ചില കാര്യം കൂടെ നമ്മുടെ മനസ്സിലോട്ട് വരുവാണ്, നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. മാത്രമല്ല, നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കുമൊക്കെ മുകളിലുള്ള ആ ദൈവത്തെയാണ് നമ്മൾ പിതാവേ എന്ന് വിളിച്ചിട്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ടത്, ശിഷ്യനാവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോഴത്തെ നമ്മൾ ഓർക്കുന്ന, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഒന്ന് വായിക്കാമോ? നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അടുത്ത് നമ്മൾ വായിക്കുവാണ്, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണേ, ഹാലോഡ് ബി യുവർ നെയിം. അല്ലെങ്കിൽ ദൈവമേ നിൻ്റെ നാമത്തിന് ബഹുമാനം കൊടുക്കണമേ, നിൻ്റെ നാമം കർത്താവ് എപ്പോഴും വിശുദ്ധമായിട്ട് ഇരിക്കണമേ. നമ്മൾ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത്, ഈ നാമം ഒരു വിശുദ്ധമായ നാമമാണ്.
ഈ നാമം എപ്പോഴും വിശുദ്ധിയോടെ നിലനിർത്തണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ സങ്കീർത്തനങ്ങൾ 9:10 വായിക്കും, നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കുകയും യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. സാംസ് 20:7 പറയും, ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇനി നമ്മൾ ചില ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഒരു വേദഭാഗം ഞാൻ പറയാം, എസെക്കിയേലിൻ്റെ പുസ്തകം 36:20-21 വായിക്കുമ്പോഴത്തേക്ക് ഇസ്രായേൽ മക്കള് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കിയതിനെ കുറിച്ച് നമ്മൾ വായിക്കും. ആ ഭാഗം ഒന്ന് വായിക്കാമോ? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നാമം നമ്മളിൽ കൂടി എപ്പോഴും വിശുദ്ധമായിരിക്കണമെന്നാണ്. ഒന്ന് വായിക്കാം, എസെക്കിയേൽ 36:20-21. എസെക്കിയേൽ 36:20-21. അവർ ജാതികളുടെ ഇടയിൽ ചെന്നു ചേർന്നപ്പോൾ അവർ യഹോവയുടെ ജനം, അവൻ്റെ ദേശം വിട്ടു പോകേണ്ടി വന്നവർ എന്നും അവർ അവരെക്കുറിച്ച് പറയുമാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. എൻ്റെ വിശുദ്ധ നാമത്തെ അവരെന്ത് ചെയ്തു? അശുദ്ധമാക്കി. 21. എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കി എൻ്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നി. അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഓക്കെ. അവിടെ നമ്മൾ ആ ഭാഗം നിങ്ങൾ ശരിക്കും വായിക്കും, മനസ്സിലാവുന്ന കാര്യം, അവരുടെ പ്രവൃത്തികൾ മൂലം, അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മളോട് വായിക്കുന്നു. അവർ ചെയ്ത പല പ്രവൃത്തികൾ മൂലം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ നാമം എന്ത് ചെയ്തു? വിശുദ്ധമായ നാമം അശുദ്ധമാക്കപ്പെട്ടു. അപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഈ കർത്താവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്, ഭയങ്കരമായ പവറുള്ള നാമമാണ്. ആ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ചില രഥങ്ങളിലും കുതിരകളിലും ഒക്കെ ആശ്രയിക്കും. നമ്മൾ ആശ്രയിക്കുന്ന ശക്തമായ നാമമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ നാമം വിശുദ്ധമായിട്ട് എപ്പോഴും നമ്മൾ നിർത്തുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ കൂടിയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ നാമം നമ്മളെ എപ്പോഴും വിശുദ്ധമാക്കണമേ, ഹാലോഡ് ബി യുവർ നെയിം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവേ നിൻ്റെ നാമം വിശുദ്ധമായി ഇരിക്കേണ്ടത് എൻ്റെ പ്രവൃത്തികളിൽ കൂടെ, എൻ്റെ നടപ്പിൽ കൂടെ, എൻ്റെ സ്വഭാവത്തിൽ കൂടിയാണ് കർത്താവേ നിൻ്റെ നാമം എന്ത് ചെയ്ത് വിശുദ്ധമായിരിക്കേണ്ടത്. അപ്പോൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വീണ്ടും ഒരു പക്ഷേ ഈ ശിഷ്യന്മാരെയും മറ്റെല്ലാ ആൾക്കാരെയും കർത്താവ് ഓർപ്പിക്കുവാണ്, ഒരു സമയങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കിയ സമയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് കാര്യം, എൻ്റെ നാമത്തെ, ദൈവത്തിൻ്റെ നാമത്തെ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കൂടി എന്ത് ചെയ്യണം? വിശുദ്ധമാക്കി നിർത്തണം. അപ്പോൾ വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ പിതാവ് സ്വർഗസ്ഥനായ ദൈവം, ശക്തനായ വിശുദ്ധനായ, നമുക്ക് എപ്പോഴും അടുത്ത് ചെല്ലാൻ കഴിയുന്ന പിതാവേ നിൻ്റെ നാമം എൻ്റെ ഓരോ ചെയ്തികളിൽ കൂടെയും കർത്താവേ ഇത് വിശുദ്ധമായിട്ട് നിർത്തുവാൻ എന്നെ സഹായിക്കണമേ. ഇനി അടുത്ത കാര്യം, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ശരിക്കും നിൻ്റെ രാജ്യം വരണമേ, അതോട് ചേർന്ന് അതിൻ്റെ ഈക്വലായിട്ടുള്ള അതേ അർത്ഥം തന്നെയാണ് അതിൻ്റെ ഭാഗത്തുമുള്ളത്. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുന്നത്. എന്തുവാ നിൻ്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു തൻ്റെ സുവിശേഷ പ്രവർത്തനം, തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സമയം മുതലേ പ്രസംഗിച്ചത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1:14 നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തു എല്ലാ പട്ടണങ്ങളും എല്ലായിടത്തും ചെന്നിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് എന്ത് ചെയ്തു? പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ശിഷ്യന്മാരെ സുവിശേഷീകരണത്തിന് അയക്കുമ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. ദൈവരാജ്യത്തിൻ്റെ വിഷയമാണ് നമ്മൾ സുവിശേഷത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷവും ആ സമയങ്ങളിലും ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചതെന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ഒന്ന്, ദൈവത്തിൻ്റെ രാജ്യം പഴയതായിരുന്നു, പാസ്റ്റ് ദൈവത്തിൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. നമ്മൾ ഭൂതകാലമാവുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ 13 ലൂക്കോസിൻ്റെ സുവിശേഷം 13:28 മത്തായി 28:11 അബ്രഹാമും യാക്കോബും ഇസഹാക്കും ഒക്കെ ദൈവരാജ്യത്തിൽ കഴിയുന്നതിനെക്കുറിച്ച് യേശുവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിന് ഒരു പാസ്റ്റ് ടെൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കോസിൽ 17:21 ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അത് പ്രസൻ്റായിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ഇടയിൽ ഇരിക്കുന്നു.
വീണ്ടും നമുക്ക് ഒരു കാര്യം അറിയാം, ദൈവരാജ്യം വരും എന്ന് കർത്താവ് പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ രാജ്യം ഇനിയും വരും. അത് യേശുക്രിസ്തു തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഒരു സമയമുണ്ട്. യേശുവിനെ മടങ്ങിയവരെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം പൂർണ്ണമായിട്ടിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ രാജ്യം നേരത്തെ ഉണ്ട്, ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ മധ്യത്തിലുണ്ട്, ദൈവത്തിൻ്റെ രാജ്യം ഇനിയും കടന്നു വരാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം സമ്പൂർണ്ണമാകാൻ പോവുകയാണ്. നമ്മുടെ മധ്യത്തിലുള്ള ദൈവത്തിൻ്റെ രാജ്യം അതിൻ്റെ പൂർണ്ണ ലെവലിൽ, പൂർണ്ണ അളവിൽ അത് കംപ്ലീറ്റ് ആകുന്ന ഒരു സമയം വരാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്ന കാര്യം, ദൈവരാജ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം? ഈ ഭൂമിയിലും ഉണ്ടായിരിക്കണം. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെ ആയിരിക്കുന്നോ, നിൻ്റെ രാജ്യത്തിൽ എങ്ങനെ ആയിരിക്കുന്നോ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഭൂമിയിലും നിറവേറണം. ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ആ രാജ്യത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, അന്ന് ആ ഒരു സമയത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടെ കണ്ണുനീരില്ല, അവിടെ എന്തില്ല? ദുഃഖമില്ല, അവിടെ രോഗമില്ല, ഒന്നും കാര്യങ്ങളുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ വന്നെന്നുള്ള വിശ്വാസത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ വിടുതലിൻ്റെ പ്രഖ്യാപനങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോഴത്തേക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കേണ്ടെന്നാണോ? ഇനിയും ശക്തമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ മധ്യത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ രാജ്യം പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ലൂക്കോസ് 10:20 ഇങ്ങനെ വായിക്കുന്നു. എന്നല്ല, ലൂക്കോസിൽ നമ്മളിങ്ങനെ വായിക്കുന്നൊരു ഭാഗമുണ്ട്, ദൈവത്തിൻ്റെ രാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ശക്തിയോടെ വരുന്നൊരു സമയമുണ്ട്. ഒരുപക്ഷേ കർത്താവ് അത് പറഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ ശേഷമാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒത്തിരി നടന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ദൈവരാജ്യത്തിൽ എന്തൊക്കെയുണ്ടോ. അതിപ്പം ശക്തി മാത്രമല്ല, സ്വഭാവവുമുണ്ടല്ലേ. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട്. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടെ കാണിച്ചു തന്നത് മുഴുവനും ദൈവരാജ്യത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ദൈവത്തിൻ്റെ രാജ്യം വരണമേ, ദൈവത്തിൻ്റെ രാജ്യം അടൂര് വരണമേ, ദൈവത്തിൻ്റെ രാജ്യം തിരുവല്ലയിൽ വരണം, ദൈവത്തിൻ്റെ രാജ്യം ഇപ്പോൾ ഈ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിരിക്കുന്ന വയനാട്ടിൽ വരണമേ. ദൈവത്തിൻ്റെ രാജ്യം എല്ലായിടത്തും വരണമേ എന്നായിരിക്കണം നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും. നമ്മുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ രാജ്യം വരണം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെയും ഭവനത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ 2 കാര്യങ്ങൾ വരട്ടെ. അല്ലെങ്കിൽ 1 അതിൻ്റെ ശക്തി, 2 അതിൻ്റെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ അതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനെക്കുറിച്ച് ആയിരിക്കട്ടെ. അടുത്ത കാര്യം, ഈ 3 കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ 2ആണോ 3ആണോ എന്ന് എനിക്കറിയത്തില്ല. അത് ആ ഭാഗം പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരയണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ കാണണമേ. നമ്മുടെ പ്രാർത്ഥനകളിലും ആദ്യത്തെ ചില ഭാഗങ്ങളെല്ലാം ഒരുപക്ഷെ ഇതേ വാചകങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും പ്രാർത്ഥനയുടെ ചില ആദ്യ ഭാഗങ്ങളെല്ലാം ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കണം. ആദ്യമേ കയറി നമ്മുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് പറയരുത്. ആദ്യമേ കയറി മറ്റു കാര്യങ്ങൾ പറയണ്ട. ദൈവരാജ്യവുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഓർത്തിട്ട് നമ്മളെക്കുറിച്ചൊന്ന് ഓർക്കുവാനും നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കുവാനും കഴിയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്ന ഭാഗങ്ങളായി തീരട്ടെ. നമ്മുടെ യേശുക്രിസ്തു വളരെ ഹോളിസ്റ്റിക്കായിട്ട് മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് യേശുവിന് മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയാം. എല്ലാ ആവശ്യങ്ങളെക്കുറിച്ചും കർത്താവിന് എന്ത് ചെയ്യാം? അറിയാം. കർത്താവിന് വേണമെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആ പ്രാർത്ഥന അങ്ങ് ചുരുക്കാമായിരുന്നു. കർത്താവ് അവിടെ നിർത്തിയില്ല. കർത്താവിന് മനുഷ്യൻ്റെ വളരെ ബേസിക്കായ കാര്യങ്ങളിലേക്ക് വരിക. എന്തുവാ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാകാം, ഞങ്ങൾക്ക് ഈ മൊമെൻറ്റിൽ ആവശ്യമുള്ളത്, ഈ സമയത്ത് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണേ. ഇനി ഇങ്ങനെയുമാകാം, ആഹാരം ഞങ്ങൾക്ക് നാളേക്കുള്ള ആഹാരവും അല്ലേ, അവർ ബ്രെഡ് ഫോർ ടുമോറോ, നാളത്തേക്കുള്ള ആഹാരവും നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആഹാരം
നമുക്ക് തരാൻ കർത്താവിന് സാധിക്കും. കർത്താവിന് അറിയാം നമുക്കെല്ലാവർക്കും ആഹാരം ആവശ്യമാണ് ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടി. നമ്മൾ ഈ ഒരു ഒറ്റ ലൈനിൽ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മുടെ ഭൗമികപരമായ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള ആവശ്യങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥനയെ കർത്താവ് നിരാകരിക്കുന്നില്ല, അല്ലേ? ഒരാൾക്ക് എങ്ങനെയാണ് ആഹാരം ലഭിക്കുന്നത്? എങ്ങനെയാണ് നമുക്കെങ്ങനെയാണ് ആഹാരം ലഭിക്കുന്നത്? ചുമ്മാ അങ്ങ് ആഹാരം ലഭിക്കുവാണോ? ഒന്ന് പറയാം, എങ്ങനെയാണ് ആഹാരം ലഭിക്കുന്ന? നമുക്ക് ആഹാരം ലഭിക്കാൻ, അല്ലേ, ആ വ്യക്തിയുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരിക്കണം, അല്ലേ? വേണോ? ചുമ്മാ കിട്ടത്തില്ല. ഇനി ഒരു വ്യക്തിയുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തുണ്ടായിരിക്കണം? ഒരു ജോലി ഉണ്ടായിരിക്കണം, അല്ലേ? ചുമ്മാ ജോലി കിട്ടുമോ? ജോലി കിട്ടുവാൻ അവൻ അവൻ്റെ സ്കില്ലുകൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അവൻ ചിലതൊക്കെയും പഠിക്കേണ്ടതുണ്ട്, വിദ്യാഭ്യാസം നടത്തേണ്ടതുണ്ട്, അല്ലേ? അവൻ പഠിക്കേണ്ടതുണ്ട്, അവനൊരു കാര്യത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന പറയുന്നത്, നമ്മളിതൊക്കെ തന്നെയല്ലേ ഡെയിലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം, കർത്താവേ ഇനിയൊരു സ്ഥലത്തൊരു ജോലി നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു പ്രാർത്ഥനയിൽ തന്നെ കർത്താവ് പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ആവശ്യങ്ങൾ എന്നോട് പറയുവാനായിട്ട് സാധിക്കും. ഒരു വശത്ത് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി ദൈവികമായ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു. നിങ്ങളുടെ മനുഷ്യരായ നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. കർത്താവേ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് നൽകണമേ. നീ ആവശ്യമുള്ളതെന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനും വലിയ പ്രസക്തിയുണ്ട്. കർത്താവ് പല ഭാഗത്ത് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, നാളെക്കുറിച്ച് എന്ത് ചെയ്യണം? വിചാരപ്പെടരുത്, അല്ലേ? ഇന്നത്തേക്കുള്ള ദുഃഖം ഇന്ന് മതി. ഇനി മന്നയുടെ കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും ഇന്ന് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ അത് കളക്ട് ചെയ്താൽ മതി. നാളത്തെയും കൂടെ ഓർത്ത് എന്ത് ചെയ്യണം? ഇന്നേ അതെല്ലാം സ്വരൂപിക്കേണ്ട കാര്യമില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുമ്പോഴത്തേക്ക് യാക്കോബ് പറയും, നാളെ ഇനി അവിടെ ചെന്നിട്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്യും, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒത്തിരി അങ്ങ് ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് അമിതമായ വറീസാണ്, അമിതമായ ചിന്തകളാണ്. കർത്താവ് പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം നാളേക്ക് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടെന്നല്ല, നാളേക്ക് വേണ്ടി ചിന്തിക്കേണ്ടെന്നല്ല. അമിതമായ ഭാരങ്ങളൊന്നും ആവശ്യമില്ല. ഓരോ ദിവസവും പറ, കർത്താവേ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, എനിക്ക് ഇന്നൊരു ആവശ്യം എൻ്റെ ഭവനത്തിലുണ്ട്, എൻ്റെ കുഞ്ഞിന് ഇങ്ങനൊരു ആവശ്യമുണ്ട്, എൻ്റെ ഫാമിലിയിൽ ഈ ഒരു കാര്യമുണ്ട്. എല്ലാം നമുക്ക് ഈ പിതാവിനോട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ പിതാവിന് നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. അടുത്ത ഭാഗം, കർത്താവിനറിയാം ഒരു മനുഷ്യൻ ജീവിച്ചു വരുമ്പോഴത്തേക്ക് മനുഷ്യരുടെ ബന്ധങ്ങൾക്ക് വലിയ കാര്യമുണ്ട്. ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ തനിയെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല, ഒരു ഐലൻഡായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ചിലവർ പറയാറുണ്ട്, ഞാൻ അധികം പ്രശ്നങ്ങളൊന്നും ഒത്തിരി പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് പല വ്യക്തികളുമായിട്ട് ഉണ്ടായി, അതുകൊണ്ട് പറയും ഇനിയിപ്പം ഞാൻ അധികം വലിയ ബന്ധത്തിനൊന്നും പോകുന്നില്ല. ചിലവർ ചർച്ച് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് പറയും ഒത്തിരി ആൾക്കാരൊന്നും സഭയെ വേണ്ട, കാരണം ഈ ഒത്തിരി ആൾക്കാരാണ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറച്ച് പേര് മതി, കുറച്ച് പേരായിട്ട് ഞങ്ങളങ്ങ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഞങ്ങളങ്ങ് കർത്താവ് വരുമ്പോൾ അങ്ങ് പോയാൽ മതി. കർത്താവിനറിയാം മനുഷ്യബന്ധങ്ങൾ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു കാര്യമുണ്ട്, കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് അടുത്ത കാര്യം പറഞ്ഞു, എന്തു ചെയ്യണം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. രണ്ട് ഭാഗങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. എന്നാൽ അത് ചേർന്ന് പോകുന്ന കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൽ കൂടിയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ തന്നെ എന്തു ചെയ്യണം? എൻ്റെ പാവങ്ങളെയും എന്നോട് ക്ഷമിക്കണമേ. കർത്താവ് ക്ഷമയെക്കുറിച്ച് ഒത്തിരി ഭാഗത്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പത്രോസ് ചോദിച്ചു, നീ എത്ര വട്ടം കർത്താവ് ഞാൻ ക്ഷമിക്കണം? 70 വട്ടം എന്ന് പറഞ്ഞാൽ ഒരു കണക്കൊന്നുമില്ല, ഒരു ലിമിറ്റൊന്നും അതിന് വെക്കുവാനായിട്ടില്ല. അൺലിമിറ്റഡ് ആയിട്ട് നീ ക്ഷമിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി. പിന്നെ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്കതെല്ലാം എടുത്ത് പറയാൻ സമയമില്ല. കർത്താവ് പറയുന്നുണ്ട്, ഒരു ഉദാഹരണം കർത്താവ് പറയുന്നുണ്ട്, ഒരു കടക്കാരുടെ ഉദാഹരണം നമുക്കറിയാം. ക്ഷമയിൽ കൂടിയാണ് നമ്മൾ മറ്റുള്ളവർ ക്ഷമിക്കുന്നതാണ് നമുക്ക് ധൈര്യം കിട്ടുന്നത്. കർത്താവ് എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന്. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഈ ഭാഗത്ത് വലിയ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ
ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന അവസാനിച്ച് കഴിഞ്ഞിട്ട് 14-15 കർത്താവ് ആ കാര്യം ഒരിക്കൽ കൂടി എംഫസൈസ് ചെയ്യുക. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അപ്പോൾ അത് കർത്താവ് ഇതിനോട് ചേർന്ന കാര്യം അവസാനം വീണ്ടും ഒരിക്കൽ കൂടെ എടുത്തു പറയുക. അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. തീർച്ചയായിട്ടും നമുക്കത് പ്രാർത്ഥിക്കുവാനുള്ള മുഴുവൻ റൈറ്റുമുണ്ട്. കർത്താവ് അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറയുക, നിങ്ങളത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർത്തോണം, അത് പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത്, പ്രാഗൽഭ്യം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളും എന്ത് ചെയ്യുന്നു, ഞാൻ മറ്റുള്ളവരോടൊക്കെ ക്ഷമിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴത്തേക്ക് മാത്രമേ ആ ക്ഷമ പൂർണ്ണമാകുകയുള്ളെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള വിഷയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പല പല കാര്യങ്ങൾ, പല പല ബന്ധങ്ങളിൽ വേർ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ദർ ഈസ് എ ബ്രോക്കൺനെസ്. പണ്ട് ഞാൻ കേട്ടൊരു വാചകമാണ്. അവിടെ ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇതിനെല്ലാം നമ്മൾ തരണം ചെയ്ത് പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരസ്പരം ക്ഷമിക്കുന്നതിൽ കൂടിയാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ ഡെലിബറേറ്റായിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിന് മാറ്റം വരുവാനായിട്ട് സാധിക്കും. എനിക്കറിയാം, നമ്മൾ സഭയായിട്ട് പല സമയങ്ങളിൽ ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്. നമ്മൾ വളരെ ആവശ്യമാണ്. നമ്മൾ ക്ഷമിക്കുമ്പോഴത്തേക്കാണ് നമുക്കും ക്ഷമിക്കുവാനുള്ള ആ ഒരു ധൈര്യവും പ്രാഗൽഭ്യവും നമുക്കും ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറയാൻ സമയമെടുക്കുന്നത്. അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ പാപത്തെക്കുറിച്ച് തന്നെ പല പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത കാര്യം, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പരീക്ഷയിൽ എന്ത് ചെയ്യില്ല, അകപ്പെടുത്തരുതേ. അല്ലേ? ആർക്കും പരീക്ഷയിൽ വീണു പോകാനോ ആർക്കും ആഗ്രഹമില്ല. പരീക്ഷയിൽ കടത്താതെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ കർത്താവ് പറയുവാണ്, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. കർത്താവിൻ്റെ ജീവിതത്തിലും ഒത്തിരി പരീക്ഷണങ്ങൾ കർത്താവിനുണ്ടായി. ആദ്യം തന്നെ കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. പിന്നെ എത്രയോ സമയങ്ങളിൽ എത്രയോ ടെംപ്ടേഷൻസ് കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിനുണ്ട്. ഏറ്റവും അവസാനം ഉണ്ടായത് നമുക്കറിയാം. വലിയ പരീക്ഷണങ്ങളിൽ കൂടെ കർത്താവ് കടന്നുപോയി. ഈ പരീക്ഷ കർത്താവ് നമ്മളെ എന്തോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണെന്ന് അർത്ഥമില്ല. നമ്മളത് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ അതങ്ങനെ വായിക്കുന്നുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് അത് യാക്കോബ് പറഞ്ഞിട്ട് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാലാകുന്നു. കർത്താവ് നമ്മളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ടെസ്റ്റ് ഇടുന്ന ഒരാളായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെയല്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ കർത്താവ് അനുവദിക്കും. ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ സാത്താനെ ദൈവം എന്ത് ചെയ്തു? അനുവദിച്ചു കൊടുത്തു. അല്ലാതെ ദൈവം അങ്ങോട്ട് ചെന്നിട്ട് ഇയ്യോബിനെ അങ്ങ് പരീക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചതല്ല. ആ ഒരു കോൺവെർസേഷൻ വന്നപ്പോഴത്തേക്ക് ദൈവം സാത്താനെ എന്ത് ചെയ്തു? അനുവദിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുവദിക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. അപ്പോൾ കർത്താവ് ഇവിടെ പറയുക, പരീക്ഷയിൽ അകപ്പെടുത്താതെ, ആ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുക. ഞാൻ പരീക്ഷയിൽ വീണു പോകാതെ വണ്ണം ആ പരീക്ഷകൾ വരുമ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കുവാനൊരു ശക്തിക്കായിട്ട് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു അർത്ഥമുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല എല്ലാവരുടെയും കാര്യം, ചില സമയങ്ങളിലൊക്കെ നമ്മളെല്ലാവരും മറന്നു പോകുന്നൊരു പ്രാർത്ഥനയത്. അത് ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് വന്ന് വൈകുന്നേരം വരെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് വരാം, അല്ലേ? എത്രയോ കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ ആദ്യമേ പറയുക, കർത്താവേ പിടിച്ചു നിൽക്കുവാൻ ഒരു ശക്തി തരണേ. മനുഷ്യരായ നമുക്ക് പലപ്പോഴും അതിൽ പൂർണ്ണമാകാൻ സാധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും വീണു പോകാറുണ്ട്. എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് അതിനുള്ള ശക്തി തരണേ, ഞാൻ നിലനിൽക്കുവാനായിട്ട് നീ എന്നെ സഹായിക്കണമേ, എന്നെ വീണു പോകാതെ കർത്താവ് എന്നെ സൂക്ഷിക്കണമേ. കർത്താവ് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വ്യക്തിയാന്ന് നോക്കിയേ. മനുഷ്യർക്കൊക്കെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരാമെന്ന് അറിയാം. അതുകൊണ്ട് പറയും, ഒരു ശിഷ്യനായ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്നെ അതിൽ അകപ്പെടുത്തരുതേ.
എപ്പോഴും പിശാച് ഒരു അലറുന്ന സിംഹം പോലെ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. യാക്കോബിന്റെ ലേഖനം 4:7 വായിക്കുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. നമുക്ക് ഒരു കാര്യം, നമ്മൾ ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മുടെ പലകാല സാഹചര്യങ്ങളിൽ കൂടെ നമ്മളെ പരീക്ഷയിൽ അകപ്പെടുത്തുവാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ജയം നേടുവാൻ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഏറ്റവും അവസാനം ഒരു സ്തുതി, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നമ്മുടെ പ്രാർത്ഥന, എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രാർത്ഥന ഏകദേശം ഒരു സ്തുതി പോലെ തന്നെയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നു തുടങ്ങുക. ഇതും ദൈവത്തിലാണ് അവസാനിപ്പിക്കുന്നത്. എല്ലാത്തിനും മഹത്വം, എല്ലാത്തിനും ഗ്ലോറി ദൈവത്തിന് മാത്രം. ഒരു പക്ഷേ അത് കർത്താവ് അന്ന് പഠിപ്പിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. എങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. ആ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ദൈവത്തിന് എല്ലാത്തിനും എന്ത് ചെയ്യുക? മഹത്വം കൊടുക്കുക. പലപ്പോഴും നമുക്കൊരു വീണ്ടും ഉണ്ടാകുന്നൊരു പരീക്ഷണമാണ്. നമ്മളായിട്ട് മഹത്വം എടുക്കുവാനായിട്ട് നമുക്ക് ചിന്ത വരും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. എന്നാൽ കർത്താവ് പറയുന്നു, എല്ലാത്തിനും മഹത്വവും ദൈവത്തിന് മാത്രം കൊടുക്കണം. ഇത് നമ്മൾ 1 ദിനവൃത്താന്തം 29:11 മുതൽ 13 വരെയുള്ള വാക്യം, നല്ലൊരു വാക്യമുണ്ട്, ഭാഗങ്ങളുണ്ട്. അവിടെ നിന്നായിരിക്കാം ഒരു പക്ഷേ ഈ വാചകങ്ങളൊക്കെയും കടന്നു വന്നത്. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവയുടെ രാജത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ദൈവത്തിന് നമുക്ക് എല്ലാത്തിനും മഹത്വം കൊടുക്കാം. നമുക്ക് ഈ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും എൻ്റെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. ഞാൻ ഇതിൻ്റെ ഒരു പ്രാധാന്യത ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ദിവസവും അത് പലരും അത് പല രീതിയിൽ പ്രാർത്ഥിക്കുന്നത്. ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പ്രാർത്ഥന എപ്പോഴും ഞാനിത് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാചകങ്ങൾ തന്നെ പറഞ്ഞ് ചില സമയങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഴപ്പമില്ല. നിങ്ങളുടെ പേഴ്സണൽ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഈ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് പറയുന്നത് ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയും, ഡിസൈപ്പിൾസ് പ്രെയർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥന, നിങ്ങൾ എല്ലാവരും തന്നെ ഇത് പഠിച്ചാണെന്ന് എനിക്കറിയാം. നമുക്ക് ആ പ്രാർത്ഥനയൊന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ? നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരയണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം. ഞങ്ങളോട് നിങ്ങൾ സംസാരിച്ച അങ്ങയുടെ വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യേശുവിൻ്റെ പ്രാർത്ഥന, യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളുടെയും പ്രാർത്ഥനയാവട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ പ്രാർത്ഥനയുടെ സ്വഭാവങ്ങൾ ആയിത്തീരട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ധൈര്യത്തോടെ അപ്പാ എന്ന് വിളിക്കുവാനുള്ള ഒരു ദൈവത്തെ ഞങ്ങൾ നൽകിയ ഒരു സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എപ്പോൾ വേണമെങ്കിലും ഈ കർത്താവെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ചെല്ലാൻ സാധിക്കുമല്ലോ. കർത്താവേ, അങ്ങനെ ഒരു ബന്ധം